ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെന്ന് പറയുന്നത് ഒരു കേക്ക് ഉണ്ടാക്കൽ പരിശ്രമമാണ് കേട്ടോ. അപ്പം അധികം ടൂൾസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ആകെയുള്ളതൊരു ബീറ്റർ മാത്രമാണ്. വേറെ നോസിലോ പൈപ്പിംഗ് ബാഗോ ഒന്നുമില്ല. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടായിരുന്നത് മെഷറിംഗ് കപ്പായിരുന്നു. കാരണം സംഭവങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടാലാണല്ലോ കേക്ക് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ അത് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ അതുപോലെ ഈ ഒരു ബീറ്ററും മാത്രമാണ് എൻ്റെ കയ്യിൽ ടൂൾസ് എന്ന് പറയാനായിട്ടുള്ളത്. കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെസ്സാവുന്നുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം കൂടെ ഒരു വാരിപ്പറക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് റെസിപ്പീസ് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തു. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ. എന്ന് വെച്ചാൽ കേക്ക് ടിൻ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഞാനത് വേറെ മേടിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിലുള്ള ഒരു ചെറിയ പാത്രം തന്നെ എടുക്കുന്നത്. അതേപോലെ തന്നെ ഞാനിത് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പാത്രമാണെങ്കിലാണല്ലോ ഇത് കുക്കറിൻ്റെ ഉള്ളിലോട്ട് കയറ്റാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1 കപ്പാണ് യൂട്യൂബിൽ ചേച്ചി പറയുന്നതെങ്കിൽ ഞാൻ ഇടുന്നത് അതിൻ്റെ ഹാഫ് കപ്പാണ്. എന്ന് വെച്ചാൽ എല്ലാ മെഷർമെൻറ്റ്സും അതിൻ്റെ പാതിയായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അറിയില്ല കേട്ടോ ഉണ്ടാക്കി വരുമ്പോൾ ഇതെങ്ങനെയാവുമെന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് മൈദ ആഡ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡ മാത്രമാണ് ഉണ്ടായത്, ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വിനീഗർ ആഡ് ചെയ്താൽ മതിയെന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ 3 പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. 3 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും എന്നൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഉണ്ടാക്കി വരുമ്പോൾ എന്താവും എന്ന്. ഞാൻ ആദ്യമായിട്ട് എന്തുണ്ടാക്കിയാലും അത് വളരെ നല്ല രീതിയിൽ ഫ്ലോപ്പായി പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതിലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നീട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 എഗ്ഗ്, അതുപോലെ വാനില എസൻസ്, പിന്നെ മാംഗോ മിക്സ്, ഇതൊക്കെ പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് മാംഗോ കേക്കാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനായിരുന്നു. പക്ഷേ വീട്ടിൽ കുറച്ചുകൂടെ എല്ലാവർക്കും താല്പര്യം എന്ന് പറയുന്നത് ഇതേപോലത്തെ വാനില എന്ന് വെച്ചാൽ വൈറ്റ് ഫോറസ്റ്റ് പോലത്തെ കേക്കൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഇത് വീട്ടിലെല്ലാവർക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ, എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാംഗോയിലോട്ട് വന്നത്. കാരണം എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് അത്ര താല്പര്യമില്ല. അപ്പോൾ മാംഗോ ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മറ്റേ കുഞ്ഞു പാത്രം കേട്ടോ. ഇത് മാത്രമാണ് കുക്കറിൻ്റെ ഉള്ളിൽ കയറാം, അതാണ് ഇതെടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് കുറക്കണമല്ലോ. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു കേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. ഇതിലെ ബട്ടർ പേപ്പറിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വളരെ ദയനീയമായെന്ന് വിചാരിക്കുന്നുണ്ടാവാം. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. പിന്നീട് അത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ അങ്ങനെ വെച്ചുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഭയങ്കര ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ കുറച്ചധികം നേരം എടുത്തായിരുന്നു കേക്ക് ആവാനായിട്ട്. പക്ഷെ ഇപ്പോൾ കേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആ ഒരു സ്പഞ്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ആ ഒരു യൂട്യൂബ് ചാനലിൽ വേറൊരു സ്പെഷ്യൽ സിറപ്പ് എന്തോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിലായിരുന്നു. എന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഈ ഒരു സിറപ്പ് ഒഴിച്ചപ്പോൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒഴിക്കണമായിരുന്നു. ഞാനത് ഒഴിച്ചത് കുറഞ്ഞ പോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് കഴിച്ചപ്പോഴത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അത് ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷേ അടുത്ത ടൈം ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്കിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക എന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയിൻ കേക്ക് ഉണ്ടാക്കാനായിട്ടാണ്. കാരണം നോസിലോ പൈപ്പിംഗ് ബാഗോ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻസ് ഒന്നും കൂടുതലായിട്ട് വരക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ സംഭവം വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് കേക്ക് സെറ്റാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിചാരിക്കുന്ന അത്ര ഈസി അല്ലാന്ന്. ഞാനിവിടെ ഉണ്ടായിരുന്ന നൈഫൊക്കെ വെച്ചിട്ടാണ് സംഭവം സെറ്റാക്കാൻ നോക്കിയത്. പക്ഷെ എന്നാൽ പോലും ഒട്ടും പെർഫെക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ കേക്കിൻ്റെ ലുക്ക് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന്. ഞാൻ കുറേ നേരമൊക്കെ ആ ഒരു നൈഫ് വെച്ച് അതിന് ഷേപ്പാക്കാൻ നോക്കിയെങ്കിൽ പോലും എനിക്ക് നടന്നില്ല. പിന്നീട് കുറേ ആയപ്പോൾ എനിക്ക് തന്നെ മതിയായി. പക്ഷെ ലുക്കിലല്ലല്ലോ ടേസ്റ്റിലല്ലേ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു.
പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സിറപ്പ് ഇച്ചിരി കുറഞ്ഞു പോയെന്നത് മാത്രമാണ് എനിക്ക് തോന്നിയൊരു പ്രശ്നം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ചച്ചാ ബൈ, ലവ് യു.